നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആദിശേഷന്റെ ആത്മാംശമുള്ള ഒരു അമ്മയോട്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ആ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അമ്മയാണെങ്കിൽ കുറച്ചു കാലമായിട്ട് സാധനങ്ങളൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആരോടും സംസാരിക്കാതെ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരുപാട് സ്ഥിതികളുള്ള ആളാണ്. ഒന്നും വേണ്ട വെച്ചിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ അമ്മയോട് ചോദിക്കാതെ എനിക്ക് ആ നമ്പർ തരാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ നമ്പർ അതിൽ ഇടായിരുന്നത്. അപ്പോ ഞാൻ അമ്മയോട് സംസാരിച്ചിങ്ങനെ ആളുകൾ ആവശ്യപ്പെടുന്നത് എന്താ ചെയ്യുന്നത്, അമ്മയുടെ നിയോഗമാണ് ആളുകളോട് സംസാരിക്കുക, ആവശ്യക്കാരോട് അശരണരോട് സംസാരിക്കുക, അവരെ അനുഗ്രഹിക്കുക, ഈശ്വരന്റെ കൃപ അല്ലെങ്കിൽ സ്നേഹം, അദ്ദേഹത്തിന്റെ കാരുണ്യം, ദയ, അതൊക്കെ അമ്മയിലൂടെ ഒരുപാട് ആളുകൾക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അമ്മ അത് അമ്മയുടെ ആ സിദ്ധികൾ, ജന്മനിയോഗം പൂർത്തിയാക്കണം, അത് ചെയ്യണം എന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കാറ്. അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൽ ഇതിങ്ങനെ ആ ദൈവികത വിങ്ങുകയായിരുന്നു. അപ്പോൾ അതൊരു റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു നിമിത്തമായി നമ്മളെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോ അമ്മ പറഞ്ഞു ശരി വന്നോളൂ, നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം അമ്മയുടെ അനുഭവങ്ങൾ. അങ്ങനെ ഒരു പുതിയൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിക്കായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് എരുമപ്പെട്ടിക്കും അടുത്ത് ദുബായ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പൊ അമ്മ താമസിക്കുന്നത്. അപ്പോ ബാക്കി അമ്മയുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ ഇന്നലെ കേട്ടതാണ്. അത് വീണ്ടും നമുക്ക് നേരിട്ട് തന്നെ അമ്മയുടെ മുഖത്തുനിന്ന് തന്നെ കേൾക്കാൻ കഴിയും. അമ്മയെ ഞാൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. സന്തോഷം. നമസ്കാരം. നമ്മുടെ അനുഭവങ്ങൾ ഒന്നുകൂടി എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ തെറ്റി. ആദ്യം തന്നെ ഞാൻ പറയണത്, വർഷങ്ങളായിട്ട് ഞാൻ ഭഗവാനെ തന്നെ മറന്ന പോലെയായിരുന്നു. അപ്പോ എന്റെ മുന്നിൽ വന്ന, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഗുരുജി രൂപത്തിൽ ഒരു കുട്ടനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ കുട്ടന് നമസ്കാരം. ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അനുഭവത്തില്. ഭഗവാൻ എന്ന് പറയുമ്പോ ഭഗവാൻ എന്ന് പോലും എനിക്ക് അറിഞ്ഞിരുന്നില്ല. അച്ഛൻ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരാള് രൂപത്തിൽ കൂടെ എന്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് എനിക്ക് ഇത്രയും ഒരു സ്നേഹം എല്ലാവരോടും, എന്താണ് ഇത്ര അധികം കാര്യങ്ങൾ ഉള്ളിൽ അറിയണേ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ചോദിക്കും, എനിക്കൊരു സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, എന്താ ചെയ്യാൻ ചോദിക്കുമ്പോ എന്നോട് വേണ്ടിയിട്ടല്ല, വെറുതെ പറയാണ്. ആ പറയുമ്പോ ഒരു വിഷമം വിചാരിക്കേണ്ട, തനിയെ നടക്കും, അത് ഇത്ര സമയത്തിനുള്ളിൽ നടന്നിരിക്കും എന്ന് പറയുമ്പോ അത് അതേപോലെ സംഭവിക്കും. അപ്പോഴും എനിക്ക് എന്താ കാര്യം എന്താണെന്നൊന്നും അറിയാത്തൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ ഓരോ ആൾക്കാർ വരുമ്പോ അവരുടെ അനുഭവത്തിൽ കൂടെ, അവരുടെ നല്ല മനസ്സിൽ കൂടെയാണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്. അവരുടെ ഓരോ പ്രവൃത്തിയും, അവരുടെ സ്നേഹവും, അവരുടെ വിശ്വാസം, അവര് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പിന്നാക്കം വെച്ചിട്ടുള്ള അവരുടെ യാത്രകളും, അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയധികം സ്നേഹമാണോ ഭഗവാന് എല്ലാവരോടും എന്ന് തോന്നിയത്. അപ്പൊ പിന്നീട് ഓരോരോ കാര്യങ്ങളും എനിക്ക് ജീവനോടെ ഭഗവാനെ കാണണം എന്നൊരു ഇഷ്ടം, അത് ഒരു വശി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്ര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് പിന്നെ ഞാൻ ഭഗവാനോട് ചോദിക്കാൻ തുടങ്ങിയത്. ഒരു കുട്ടി വരുമ്പോഴും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമുള്ള കുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി മാനസിക രോഗിയായിരുന്നു. അപ്പൊ ആ മാനസിക രോഗിയായിട്ട് നോക്കുമ്പോൾ ഒരിക്കലും ചേരാൻ പറ്റാത്തൊരു ബന്ധം, കുറെ 8 കൊല്ലൊക്കെ കേസ് കൊടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്ന് ഒരിക്കലും വേർപിരിയില്ല എന്ന് പറഞ്ഞപ്പോ സങ്കടമായപ്പോ അവിടെ വന്നു.
അവിടെ വന്നപ്പോ ഇവരെന്തൊക്കെ കുറെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. കാരണം വഴക്കിനും. അപ്പൊ ഒരിക്കലും വഴക്ക് കൂടരുത്. സത്യമാണെങ്കിൽ, നമ്മളിൽ സത്യം ഉണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടി മാറും. അതല്ല, തെറ്റ് നമ്മളെ ഭാഗത്താണെങ്കിൽ അപ്പൊ പിന്നെ ഒന്നും ഞാൻ പറയില്ല പറഞ്ഞു. ഇത് കുറേ സമയം അതിനു വേണ്ടി എടുത്തു. കുറേ സമയം അതിനു വേണ്ടി എടുത്തു നോക്കുമ്പോ ഒരു തരത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ഒരിത്, ഒരിക്കലും വേർപിരിയില്ല. അങ്ങനെ അവന്റെ പ്രാർത്ഥന, അവന്റെ അപേക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പോലും ചോദിച്ചു പോയിട്ട് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് പോലും അത് എന്താ പറയാ അതിശയാവണോ, എനിക്കും അങ്ങനെ കഴിയണം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാലാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോ അത് അതേപോലെ ഭംഗിയായിട്ട് ഒരാള് രൂപത്തില് അവന്റെ കൂടെ ഒരു പെൺകുട്ടി വന്ന കാര്യം ഭംഗിയാക്കി തീർത്തു കൊടുത്തു. അത് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ ഭംഗിയില് അവൻ പറയും. ഞാന് തീർന്നു. ഇതല്ല സംഭവം. അവൻ അതിൻ്റെതായ വ്യക്തമായിട്ട് അവൻ എപ്പോഴും പറയാൻ തയ്യാറ്. ഇപ്പോ എന്നെ പ്രേരിപ്പിച്ചത് ഗുരുജിയുടെ അടുത്തേക്ക് എത്തിച്ചതും ആ കുട്ടി നിരന്തരം എന്നോട് പറയാം, അമ്മ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അമ്മ ഞങ്ങൾക്കൊക്കെ രക്ഷകയായിരുന്നു, അമ്മ പറഞ്ഞ അതേപോലെ നടന്നിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും നടക്കണില്ല, അതുകൊണ്ട് അമ്മ ഉണരൂ എന്ന് പറഞ്ഞിട്ട് സദാസമയം ശല്യം ചെയ്യായിരുന്നു. ഒരാഴ്ചയായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റിയത്. പിന്നെ അതിന്റെ മുന്നത്തെ പ്രേക്ഷകർക്ക് കേൾക്കേണ്ടത്, അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സിദ്ധികള് ചെറുപ്പം മുതൽക്കേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞു തന്നെ ആദ്യം പറഞ്ഞല്ലേ, അതന്നെ നേരിട്ടല്ല ഭഗവാൻ. എല്ലാ കഥകളും ചെറുതിൽ എന്താ വെച്ചെങ്കിൽ, ചെറുത് മുതൽക്ക് എനിക്ക് ഈ സ്നേഹം അന്നുണ്ടായിരുന്നു എല്ലാവരോടും. 3 ആങ്ങളമാരാ. പിന്നെ 3 ആങ്ങളമാർ, ഞാൻ മാത്രമേ പെൺകുട്ടിയായിട്ടുള്ളൂ. അപ്പൊ അച്ഛനാണെങ്കിൽ എനിക്ക് 7 വയസ്സുള്ളപ്പോ മരിക്കണം. അപ്പൊ ആ തലേ ദിവസം തന്നെ, മരിക്കുന്നതിന്റെ തലേ ദിവസം അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. തലേ ദിവസം അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് അച്ഛന്റെ അടുത്ത് കിടന്നപ്പോ അച്ഛൻ പറഞ്ഞു, മോളേനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛന് ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ കാരണം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കിണറ്റിലേക്ക് എത്തിച്ചു നോക്കിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അത് മോൾക്ക് മനസ്സിലായില്ലേ ചോദിച്ചു. അപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കലും അച്ഛൻ മോളേനൊന്നും ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ പുലർച്ചെ അച്ഛൻ മരിക്കുകയാണ്. അപ്പൊ അത് വല്ലാത്തൊരു ഷോക്കായി. സ്നേഹമല്ലേ നമുക്ക്, അത്ര സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു. 7 വയസ്സാണെങ്കിലും എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാ പോയത്. എന്നോട് മാത്രമേ എല്ലാവരും പറയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എല്ലാവരും പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ വന്നപ്പോ അമ്മക്ക് അറിയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ സമയങ്ങളും കഴിഞ്ഞപ്പോ ഒരു 9 വയസ്സായി. 9 വയസ്സാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ നേരത്ത് അമ്മ കരയാൻ, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാം തോന്നുന്നു. അപ്പൊ നല്ല കരച്ചില്ല, മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ദൈവം പൊട്ടക്കണ്ണനാണ്, ദൈവത്തിന് ഒരിക്കലും കണ്ണ് കാണില്ല, പൊട്ടക്കണ്ണൻ അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇനി അമ്മ ഒരിക്കലും അതിൽ പറയരുത് എന്ന്. അപ്പൊ എന്താ പറഞ്ഞാലും ചോദിച്ചു. പറയരുത്, ഭഗവാൻ പൊട്ടക്കണ്ണനല്ല, ഭഗവാൻ സത്യാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ എന്താണെന്നോ അല്ലെങ്കിൽ ആരാണെന്നോ ഒന്നും അറിയില്ല, അച്ഛനാണ് ഭഗവാൻ. അപ്പൊ അച്ഛനെ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അച്ഛനെയാണ് പറയണത് എന്നുള്ള രീതിയിലാണ് ഞാന് അമ്മോട് പറയണത്, പൊട്ടക്കണ്ണനല്ല അല്ലാന്ന്. അപ്പൊ എന്നിട്ട് പിന്നെ അധികമൊന്നും സംസാരിച്ചിരുന്നില്ല, ഒന്നുമില്ല. ഇപ്പോഴൊക്കെയാണ് പിന്നെ എല്ലാവരും മക്കളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംസാരം തുടങ്ങിയത്. അപ്പൊ അമ്മോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പൈസ വേണം പറഞ്ഞു. പൈസയാണ് വേണ്ടത് ചോദിച്ചാൽ പൈസ വേണം. എന്നാ ദൈവത്തിന് പൊട്ടക്കണമെന്ന് പറയുമോ ചോദിച്ചു. ഇല്ല, ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അന്ന് ശരിയെന്ന് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം തൊട്ട് പിന്നെ 25 പൈസ എല്ലാ ദിവസവും. അമ്മ നല്ല വൃത്തിയുള്ള അമ്മയാ, പക്ഷെ നല്ല അടിച്ചു തുടച്ച് നല്ല ഭംഗിയിലിരുന്ന അമ്മ. അപ്പൊ പൂമുഖത്ത് പഴയ വീട് പൂമുഖൊക്കെ ആയിട്ട്, അപ്പൊ പൂമുഖത്ത് അടിച്ചൊക്കെ വൃത്തിയാക്കി രാവിലെ അമ്മ വരുമ്പോ 25 പൈസ ഉണ്ടാവും. അതിന്റെ ശരിക്കും നടക്കില്ലേ, മേപ്പരയുടെ ഈ പൂമുഖം ഉണ്ടല്ലോ,
പൂമുഖത്തിന്റെ നടു കണ്ടിട്ട് അപ്പൊക്കെ അമ്മ പറയും 25 വയസ്സ് ഇട്ടിട്ട് എന്താ കാര്യം, പറയാ കുറെ കെട്ട് കുറെ കെട്ട് നൂലുമ കെട്ടിട്ട് ഇറക്കി തരും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചെറിയൊരു ദേഷ്യം വരും കേട്ടോ. അപ്പൊ അമ്മോടും പറയാം, അമ്മ എന്തിങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയാറിയില്ല, അങ്ങനെ പറയാറില്ല, പ്രായാത്രയല്ലേ ആയിട്ടുള്ളൂ, അമ്മ എന്താ ഇങ്ങനെ അന്ന രീതിയിൽ. അത് അപ്പൊ തന്നെ പിന്നെ അത് മറക്കും. അത് കഴിഞ്ഞ് ദിവസം ഇങ്ങനെ പൈസ വീണോട് ഇങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ പ്രായങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവല്ലേ, പോയി 50ആയി. അതിങ്ങനെ പോയിട്ട് വെളുപ്പിലേക്കായി പൈസ. വീടിന്റെ വെളുപ്പിലേക്കായി. വെളുപ്പിലേക്കായപ്പോ അത് പറയാൻ പാടുമോ? അതെ, വെളുപ്പിലേക്കായപ്പോഴാണ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമാവോ? ഇല്ല അല്ലെ? അതെ. അപ്പൊ എന്നിട്ട് ആ പൈസ ഇങ്ങനെ പോയി വെളുപ്പിന് കിട്ടി തുടങ്ങിയപ്പോ പൈസ എവിടെ വീണ. അപ്പൊ ഭയങ്കര സൂത്രം അമ്മയ്ക്ക്, പഠിപ്പുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നോക്കിയപ്പോ ഒരു കർളകം വീണു. ആ കർളകത്തിന്റെ ഇടയിൽ പുറ്റൊക്കെ ഇട്ട് അവിടെയാണ് ആ പൈസ വന്ന് കിടക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞത് എന്തത് ഇവിടെ വന്ന് പൈസ കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇത്തിരി പ്രായമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതറിയില്ല എന്ന് പറഞ്ഞ ആദ്യം. അല്ല ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അമ്മ പറയുന്നിട്ടാ. അത് അമ്മ പറഞ്ഞത്. അപ്പൊ നിധിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അല്ല അമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഉണ്ടാവും, അമ്മ പറഞ്ഞല്ലേ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടാൻ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഞാന് ആദ്യമൊക്കെ പറയും അറിയില്ല പറയും, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പോരുമ്പോ അമ്മ വീണ്ടും കരയാൻ തുടങ്ങും. അപ്പൊ അമ്മ എന്തെങ്കിലും കിട്ടിയാലല്ലാരും ഇതുള്ളൂ, അങ്ങനെ ജീവിക്കണ്ടേ, കഷ്ടപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു എന്തായാലും അത് കിട്ടും. വളരെ കുറച്ച് സംസാരം പറയുള്ളൂ, അങ്ങനെ നീണ്ടൊന്നും പറയില്ല അന്ന്. അപ്പൊ അത് കിട്ടും, അത് ഒരു പൊടി കിട്ടും. പൊടി കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടാ പിന്നെ അതിന്റെ ചോട്ടിന് ചെറിയൊരു പാത്രം കിട്ടുന്നു, അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ ശരി പറഞ്ഞു. പിന്നെ വിരുന്ന് പോകലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മാടടിക്കൊക്കെ പോയിട്ട് വരുമ്പോ അമ്മയ്ക്ക് ഈ പൊടി കിട്ടി. പോയ സമയത്ത് പോണൊന്നുമില്ലല്ലോ. അപ്പൊ അത് കാരണം ഈ പൊടി കിട്ടിയപ്പോ അമ്മ കഴുകി തിരിക്കായിരുന്നു. കഴുകി തിരിക്കുമ്പോ ഈ പൊടി കിട്ടിയപ്പോ അമ്മ എന്താരും പൊടി കൊടുന്നിട്ട് എന്താ പൊതിയിൽ കൊടുന്നിട്ടിരിക്കുന്നത്, എന്താ പൊതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊതി അഴിച്ചിട്ട് അമ്മ കഴുകിന്റെ കലക്കിലിട്ടു. കലക്കിയപ്പോ വെള്ളപ്പൊടി തന്നെ കലങ്ങി. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ വന്നപ്പോ അമ്മ പറഞ്ഞു മോളെ പിന്നീടൊക്കെ ഓർമ്മ വന്ന് പൊടി കിട്ടി, ഞാനത് കഴുകിന്റെ കളക്കിയിരുന്നു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു നന്നായിരിക്കട്ടെ, സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കരയാൻ തുടങ്ങി. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഇനിയൊന്നും ചെയ്യാനില്ല, അമ്മ അതായത് അമ്മക്ക് കിട്ടി, അമ്മ അത് കളഞ്ഞു, അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല, നന്നായി ദൈവത്തിൽ വിളിച്ചോ, ഭഗവാൻ പ്രാർത്ഥിച്ചോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചോളെന്നല്ല പറയുന്നിട്ടാ, അച്ഛനെ വിളിക്കാൻ, അമ്മ അച്ഛനെ നന്നായി വിളിക്കും, അച്ഛനെ വിളിച്ചോളെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ കരയാ. വീണ്ടും കരഞ്ഞു, പാവം തോന്നി, വിഷമിച്ചിട്ടല്ലേ അങ്ങനെ കരയണത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട, അകത്തേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെ വരും ചോദിച്ചു. അതൊന്നും അറിയണ്ട, അകത്തേക്ക് വരും എന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അകത്തേക്ക് വന്നാ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു. പറഞ്ഞു കുളിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവിടുന്ന് ഇതേപോലെ ആ സമയം വയ്ക്കും, 15 ദിവസം വയ്ക്കും, കല്യാണം കഴിഞ്ഞു. അപ്പൊ ആ കഴിഞ്ഞ സമയത്താണ് പിന്നെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവര് കുഴിക്കാൻ താഴെയുള്ള കുട്ടിയോട് പറഞ്ഞു, താഴെ അനിയനോട്. അവൻ കുഴിച്ചു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴിക്കുന്നതില് കുഴപ്പമില്ല, കുഴിക്കുമ്പോ എന്തേലും കണ്ട അപ്പൊ അവിടെ നിർത്തണം, പിന്നെ കുഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കുഴിച്ചോണ്ടിരിക്കുമ്പോ ചിരട്ടോണ്ട് മണ്ണൊക്കെ കോരിട്ടോണ്ടിരിക്കുമ്പോണ്ട് ഇത്രയും നാഗം പുറത്തേക്ക് അവിടെ ചാടി. അപ്പൊ പേടിച്ചില്ലേ, എല്ലാവരും പോയി കുഴിന്ന് മണ്ണിന്റെ ഉള്ളിന്ന്. അതും അകത്തുനിന്ന് നമ്മുടെ ഇതേപോലെ സിമെന്റ് അല്ലേ, സിമെന്റ് ഒക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ ഉള്ളിന്ന് ചട്ടോണ്ട് മണ്ണ് കയറിയിട്ട് ഈ കുട്ടിക്കാണെങ്കിൽ കൈ അത്ര കൊണ്ടായി, 1.5 അടി കൊണ്ട് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കൊണ്ട്. എന്നിട്ട് അപ്പൊ നിർത്തിക്കോളം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോ പറഞ്ഞിങ്ങനെ കുഴിച്ചു. അപ്പൊ ഇങ്ങനെ ചാടി ഞങ്ങൾ നോക്കി, പിന്നെ എവിടെയും കണ്ടില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മൂടിക്കോളെ, ആ മൂടിയിട്ട് അത് അവിടെ വിളക്ക് വെക്കുക, പാലും പഴം വെക്കാൻ പറഞ്ഞു. അങ്ങനെ പാലും പഴമൊക്കെ വെച്ചു.
അപ്പൊ അവിടെ ഇങ്ങനെ കൂമ്പാരം പോലെയല്ലേ. അപ്പൊ എല്ലാവരും ഇവിടെ നിധി കിട്ടി എന്നുള്ളൊരു ഇതില് കാണാൻ വരാനൊക്കെ തുടങ്ങി. ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിപ്പോയി സമയം കൊണ്ട്. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ സ്നേഹം അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ചെറുതിൽ തന്നെ മൂത്താങ്ങള ഗൾഫിൽ പോയി. പിന്നെ രണ്ടാമത്തെ പിന്നെ നല്ല സ്ഥിതിയിലായി. നല്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ അതെ അകത്തേക്ക് വന്നു. പക്ഷെ അന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ റൂം ഒരിക്കലും വേറെ ടൈലിടരുത്. ആ റൂമിൽ എന്നും വെള്ള ടൈല് മാത്രം ഇടുക, കറുപ്പ കളറൊന്നും ഇടരുത്. പക്ഷെ അവിടെയൊക്കെ പൊളിച്ച് അവരിപ്പോ വേറെ രീതിയിലാക്കി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചൈതന്യം തിരിച്ച് പോകേണ്ട ഒരു സമയമാണ് പറയുന്ന മാത്രം. അങ്ങനെ അപ്പൊ അതിനാണ് ഇത്രയ്ക്ക് പിന്നീടുണ്ടായ അനുഭവങ്ങള് കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് എല്ലാവർക്കും നല്ല സ്നേഹം. അപ്പൊ അമ്മായിയുടെ മോനും അല്ലേ, ഞാൻ മാമന്റെ മോളല്ലേ. അപ്പൊ എല്ലാവർക്കും ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം കണ്ടപ്പോഴാണ് ചേച്ചിക്ക് ഇങ്ങനെ ദേഷ്യം തോന്നി. പറയണ്ട അല്ലേ, അങ്ങനെ പറയാൻ മതിട്ടാ, ഇനി അവരറിയണ്ട. ഒരാൾക്ക് ദേഷ്യം തോന്നി. അങ്ങനെ പെട്ടെന്ന് എന്റെ ഭാവം മാറി. എനിക്ക് അസുഖം വന്നു. കൃത്യം 4 മണിക്ക് നാഗം വരും. ആ നാഗം വന്നാൽ കിഴക്കാന്തൂക്ക് എടുക്കും. ഇറക്കല്ല, നമ്മള് മുന്നില് നമ്മ ഇരിക്കണ എവിടെ, മുന്നിലെവിടെ മരച്ചിങ്ങ അവിടെ കിഴക്കാന്തൂക്ക് എടുക്കുള്ളത്. വൈകിട്ട് 4 മണിക്ക്. ആ സമയം എനിക്ക് ഭയങ്കര പേടിയാവും. അതെ. എന്നിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ എല്ലാരും കാണില്ല, കുട്ടികള് വലിയൊരു കാണില്ല. കുട്ടികളാണ്, കുട്ടികൾക്കാണ് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാം. കുഞ്ഞു കുട്ടികളുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവര്. ആ സമയത്ത് ഈ ചീറ്റലുണ്ടാവും. ആ ശബ്ദം ആ ശബ്ദം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാനൊരു ശബ്ദം ഉണ്ടാക്കും. ഞാൻ ശബ്ദം ഉണ്ടാക്കും, ഉള്ളെന്ന് വരും. അപ്പൊ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ഞാന് മൂലയിൽ ഒളിച്ചിരിക്കുക പേടിച്ചിട്ട്. റൂമിന്റെ ഉള്ളിൽ ഇവിടെയാണ് അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറും. ഈ നാഗം പോവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് സമയം ഉണ്ടായി. ആയിട്ട് ആള് ചേട്ടൻ ഗൾഫിലായിരുന്നു. അപ്പൊ അത് കാരണം ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് അപ്പൊ അങ്ങോട്ട് പോണം, ഏട്ടന്റെ വീട്ടിൽ പോണം. അങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു. കണ്ട ഇവര് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഈ ചെയ്ത അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഇവരാണ് ചെയ്തെന്ന് പറഞ്ഞാൽ അതുവരെ നല്ല സ്നേഹമായിരുന്നു ഞാൻ. അപ്പൊ ദേഷ്യം വന്നാൽ അവർക്ക് ദേഷ്യം വരും. പിന്നെ അവരെന്നെ അടിക്കണം എന്ന രീതിയിലൊക്കെ ചെയ്തു. അതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നാട്ടിൽ വന്ന് ചെറുതായി പറയാം. നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ പറയല്ലേ. അപ്പൊ അതിന്റെ എന്താ പറയാ, അത് ശരീരത്തിൽ കയറി. ഇത് ചോദിച്ചപ്പോ നിരന്തരം എന്നെ ചോദിച്ചിങ്ങനെ പറയണേ, മാനസിക രോഗാണോ, അങ്ങനെ എല്ലാവരും മാനസികാണോ എന്തോന്ന് അറിയില്ല, ഇങ്ങനെയാകുമ്പോ നാണക്കേടുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചപ്പോ തന്നെ ഉള്ളില് വന്നു. തുള്ളൽ അങ്ങനെയൊന്നുമില്ല. അല്ല പറയാ, എല്ലാരും തുള്ളല് അങ്ങനെ പറയും. അതൊന്നുമില്ല. തന്നെ വന്നിട്ട് പറഞ്ഞു, ഇന്ന ആളെ ചെയ്തിരിക്കുന്നത്, ഇന്ന സ്ഥലത്താണ് ചെയ്തത്, എന്റെ എന്താ പറയാ എന്റെ ശക്തി ഇവിടെ പിടിച്ചു. ഞാൻ അയച്ചത് ഇവിടെ പിടിച്ചു. ഇത് ശരീരത്തില് ഭഗവാനാണ്. അപ്പോഴാണ് ഭഗവാനാന്നറിയുന്നത്. ബന്ധിച്ചു. അതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടീനെ ഒഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കുന്നില്ലല്ലോ. ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഒഴിഞ്ഞെടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ആ അവസ്ഥയായപ്പോ ആകെ ഒരു ഇത്തിരി പ്രശ്നമായി. ഇവര് സത്യടാൻ വന്നു. അങ്ങനെ സത്യട കിടക്കൊക്കെ ഇട്ടു. അപ്പൊ അവിടെ ഇല്ല, അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ പറഞ്ഞു, ഒരു കോഴീനെ കൊണ്ടുവരാൻ പറഞ്ഞു.
കോഴീനെ കൊണ്ടുവരാൻ പറയൂ, നശിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തല്ലേ. ഒക്കെ ഭയങ്കര അത്ഭുതം അതൊക്കെ. കോഴീനെ കൂട്ടുന്നപ്പോ ഒരു കോഴിനെ ആ കോഴീനെ ഞാൻ കൊണ്ടുവന്നിട്ടേ ആ കോഴീനെ ഇങ്ങനെ പിടിച്ചോളൂ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എല്ലാതും. കോഴീനെ ഇങ്ങനെ മേക്കരോണ്ട് മേപ്പിക്കുമ്പോ 2 കഷ്ണമായി. കോഴി 2 കഷ്ണമായിട്ട് കോഴീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. പിന്നെ കുറച്ചേരം നോക്കിക്കോളോന്ന് പറഞ്ഞു. ഇത് നോക്കിക്കോളോട്ടെ പോണതെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോ തലേനെ 4 കോഴിനെ കാണാനില്ല. ഇല്ല, എപ്പോഴേക്ക് കാണാനില്ല, മാഞ്ഞു പോയി. ആരും കണ്ടില്ല. അങ്ങനെയാണ് പിന്നെ എന്തായാലും അവിടെ എത്തണം, ഇനി അവിടെ എത്താം എന്നുള്ളത്. അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ പറയുന്നത് ഞാൻ തന്നെ പറയണത് ഉള്ളിൽ പറഞ്ഞ. അപ്പൊ എന്താ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ വഴിയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ വഴി അറിയോ ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു ഇവരോട്. അതിന് കാറ് വിളിച്ച് പോയി. കറക്റ്റ് ഇടവഴി കൂടെ പോയി അവര് വീട്ടുമുറ്റത്തെത്തി. അപ്പൊ അയാൾ പറഞ്ഞ പോലെ തന്നെ അയാൾ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു നന്നായി ശ്രദ്ധിക്കണം, ഇനിയും ദോഷങ്ങൾ വരും എന്ന് അത്രേ പറഞ്ഞോളൂ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നിട്ട് നോക്കും, പിന്നെ എനിക്ക് പെട്ടെന്ന് ശബ്ദം കിട്ടുന്നില്ല. നാവ് ഇങ്ങനെ കുഴഞ്ഞ പോലെ. അങ്ങനെയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മ പറഞ്ഞു ഇനിയിപ്പോ ഇതിങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് പുതുപൊന്നാനി പോവാന്ന് പറഞ്ഞു. മുനമ്പത്ത് ബീവി എന്ന് പറയും, അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോവാന്ന് പറഞ്ഞോട്ട് ശബ്ദം കിട്ടി. എന്നിട്ട് അവിടെ പോയി അവിടെ ചെന്നോട് കൂടിയിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യവും അവിടെ പറഞ്ഞു. ആ പറഞ്ഞപ്പോ അവിടുത്തെ ഒരാള് ചോദിച്ചതിനോട് ഞാൻ ആരാന്നറിയാൻ ചോദിച്ചു ആളെ. അപ്പൊ ചോദിച്ചു പറഞ്ഞു എടുത്തു അയന ഇന്ന ആളാന്ന് പറഞ്ഞു. ആർക്കും അറിയില്ല, ഇവിടെ കൂടുതലൊന്നും അറിയില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന തങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞോട് കൂടിയിട്ട് അന്ന് അധികം പ്രായമില്ലല്ലോ. അപ്പൊ അന്ന് 17 വയസ്സാണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത് ഏത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കുട്ടിയല്ല, അതുകൊണ്ട് ഇത് ഞമ്മന്റെ മോളാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കര സ്വീകരണം, ഭയങ്കര സ്നേഹം. പിന്നെ അവിടെ ആ ജാറത്തിന്റെ ഉള്ളിൽ കൈവച്ച് ചെല്ലുമ്പോ ആ ജാറത്തിന്റെ ഉള്ളില് കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സന്തോഷം കാര്യങ്ങളും അത് വല്ലാത്തൊരു അനുഭവം. അതേപോലെ ഒരുപാട് അനുഭവങ്ങളാണ് അവിടെ നിന്ന്. പിന്നെ ഈ ദേവിയുടെ ആ ശക്തി വരുമ്പോ ഭഗവാൻ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ദേവിയുടെ ശക്തി ഏത് രൂപത്തിലാ വന്നത്? ഇത് ലക്ഷ്മി ദേവി രൂപത്തിലാ. അതൊന്നും അറിയില്ലല്ലോ. അവിടെ പോയി നമുക്ക് ദേവിയുടെ ദർശനം അത്രമാത്രം നമുക്ക് അറിയുന്നുള്ളൂ. ആ സമയം ദേവിയുടെ ദർശനം വന്നു കഴിഞ്ഞാൽ ആ സമയം കൈയിന്റെ അടിയിൽ കൽപ്പൂരം കത്തിക്കും. ഒരു കുഴപ്പമില്ല. കയ്യെ ഇങ്ങനെ വെച്ചിട്ട് കൈയിന്റെ അടിയിൽ വെച്ച് ശരിയായിട്ട് കഴിയുന്നവരെ ഇങ്ങനെ കത്തിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞ് അപ്പൊ കുറെ ആൾക്കാർ വിവരിച്ച് കാണാൻ വന്നിരുന്നു. ആ കാണാൻ വന്നിട്ട് ആ വരുന്ന സമയത്ത് ഒറ്റയാളുടെ മുഖം കാണില്ല. മുഖം കാണണ്ട, ഒക്കെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ മുഖം കാണാതെ ഇങ്ങനെ സംസാരിക്കും. കറക്റ്റ് ആയിട്ട് പറയും ഇന്ന ആളാണ് വന്നത്. ഇത്രയും വർഷമായില്ലേ കുട്ടി വരാതിയിട്ട്, 4 വർഷമായി ഒരു കുട്ടി വരാതിയിട്ട്. ആ കുട്ടി ഉടനെ വരും പറഞ്ഞു. ഉടനെ തന്നെ ആ കുട്ടി വന്നു പറയൂട്ടൊക്കെ. പിന്നെ ഒരാള് വന്നിട്ട് പറഞ്ഞു അതിന്റെ ഇടയില്, അത് ഭയങ്കര വേദനയായി. ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്ക് കാര്യം അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചോളോ പറയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ അമ്മായിമ്മ കൈവശം തന്നിട്ടുണ്ട്. കൈവശം തന്നിട്ടുണ്ട് അവര് പറയാം. അപ്പൊ അതാര് പറഞ്ഞു ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഏർവാടിയിൽ പോയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നു ചോദിച്ചു. അതല്ല, ഇത്രയും കാര്യമായിട്ട് എനിക്ക് ഇവിടെ പറഞ്ഞാൽ മാത്രമേ വിശ്വാസമുള്ളൂ, എനിക്ക് ഇവിടത്തെ വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈവശം എന്നല്ല ഇനി പറയുക, സ്വന്തം മകളുടെ ഭാവി നന്നാവണം എന്ന് വെക്കുമ്പോ ഏതൊരു അമ്മായിമാരും വിചാരിക്കുന്നുണ്ട് അവന്റെ മോളും നല്ല സ്നേഹം ഉണ്ടാവണം എന്ന്. അതിന് കൈവശം എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ കൈവശം തന്നെയാണല്ലേ. ഞാൻ അല്ല, അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറയണ കാര്യം ആ കുട്ടിയോട് പറഞ്ഞു ഞാനാണ് പറഞ്ഞത് എന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏർപ്പാടിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോ അത് തിരുത്തി തന്നതാണ്. ഇതിങ്ങനെയല്ല, ഇതാണ് സംഭവം എന്നുള്ളത്.
അതുകൊണ്ട് ഇത് ഒരിക്കലും പറയാനും പാടില്ല. എന്റെ പേര് നടപടി ഉണ്ടാവാൻ പാടില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആരും ഉപദ്രവിക്കില്ല. കാരണം അവരും കുറ്റപ്പെടുത്തില്ല. അപ്പൊ ഏർവാടിന്ന് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് സത്യമാണ് എന്നുള്ളത് സത്യമാണെന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊടുക്കാനും പറ്റില്ല. അപ്പൊ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അത് സ്വന്തം അമ്മ മോളെ സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്നേഹം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ കുട്ടി ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്തു? എല്ലാവരോടാ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, നമ്മളോടൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോ അവരെല്ലാവരും ഇളകി. അവര് പ്രശ്നമായിട്ട് അവര് ചോദിക്കണം നല്ല രീതിയിൽ പറഞ്ഞു. ഞാൻ പറയും ഇങ്ങോട്ട് വരാൻ പാടില്ല ചോദിക്കാൻ, ഇന്നെ വിളിച്ചു പറഞ്ഞപ്പോ. കാരണം ഞാൻ ചോദിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല. പക്ഷെ ഒരിക്കലും ഈ പടിക്കകത്ത് വരരുത് എന്ന് പറഞ്ഞു. അന്ന് ശരി ഞങ്ങള്. അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാൽ മുനമ്പത്തെ ദേവിയുടെ ചൈതന്യത്തിലാണല്ലോ പറഞ്ഞത്, എന്നാ ഞങ്ങൾ അവിടെ പോയിട്ട് സത്യം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ശരി, ധൈര്യമായിട്ട് പോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവര് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് പോവാൻ നിക്കണത്. അവരങ്ങനെ പോയി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ജാതി എടുത്തിട്ട് അവിടെ പറഞ്ഞു, ഇങ്ങനെ ഒരാളാണ് ഇങ്ങനെ ഒരാളാണ് പറഞ്ഞത്, അതിവിടെ സത്യം തെളിയാനാണ് വന്നെന്ന് പറയുന്ന നാവ് കുഴഞ്ഞു. ആളുടെ നാവ് കുഴഞ്ഞു. പിന്നെ ആളങ്ങനെ തളർന്നു, ഒരു വശം തളർന്നു. ഭാര്യയ്ക്കും വിഭ്രാന്തിയായി, ഈ പറഞ്ഞ കുട്ടിക്കും മെന്റലായി. ഇവ പറഞ്ഞിട്ടാണല്ലോ ഈ സംഭവമൊക്കെ നടന്നത്. അങ്ങനെ എന്നിട്ട് അവര് പറഞ്ഞു, അന്നത്തെ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ കാര്യം പറയരുത്. അവിടുന്ന് ആവശ്യമില്ലാത്ത ഒരു കാര്യം വരില്ല, എനിക്ക് ഉറപ്പാണ്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികളത് ഞങ്ങൾ അത്ര അധികം സ്നേഹിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇനി മേലെ ഇവിടെ പ്രാശ്ചിത്തായിട്ട് പൈസ വെച്ചിട്ട് പോയിക്കോളാം പറഞ്ഞു. പ്രാശ്ചിത്തായിട്ട് പൈസ വെക്കണം എന്ന് പറഞ്ഞു, തെറ്റും പിഴയും പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെയ്തിട്ട് ആ കുട്ടി പിന്നെ വരികയാണ് തെറ്റ് പറയാൻ വീട്ടിലേക്ക്. തെറ്റ് പറയാൻ വേണ്ടി വരിക. അത് നിന്റെ പാലത്തിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വാതിൽ കംപ്ലീറ്റ് അടച്ചിട്ട് എല്ലാം അതെന്തുകൊണ്ടാന്ന് വെച്ചിങ്ങനെ പിന്നെ എനിക്കിനി അത് പറയാൻ വാക്കില്ല. വേദന, കാരണം ആ സമയത്ത് അനുഭവിച്ച വേദന. പറഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞോട്ടെ, പറയാത്തൊരു കാര്യത്തിന് നമ്മളെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ വിഷമല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു, മോളെ കുട്ടി വന്നെടുക്കുന്ന ജനൽ തുറന്നു വെക്കി ഒന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഭണ്ഡാരത്തിൽ കുറച്ച് പൈസ ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ. ഈ ഒന്നും വേണ്ട, നിങ്ങളുടെ പൈസയും വേണ്ട, ഒന്നും വേണ്ട, ആ കുട്ടിയോട് പോയിക്കോളാൻ പറയും. ഒരു ദേഷ്യവും ആ കുട്ടിയോട് ഇല്ല. എനിക്ക് എന്തൊരു ദേഷ്യം വരണം? അവര് ഇല്ല, ദേഷ്യം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് മോനോട് പറയും സന്തോഷമായിട്ട് പൊക്കോളാം, നിന്റെ അസുഖം മാറട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനുശേഷം പിന്നെ ബീവിയുടേതായ കാര്യത്തിൽ പിന്നെ ഞാൻ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ എന്തും ചെയ്യാം. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ പറയാണ്, ഒന്ന് കാക്കണം ബീവി എന്ന് പറഞ്ഞ താഴെ കുട്ടി. ഇതേപോലെ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോ താഴാങ്ങള ഇത്തിരി വാശി കൂടിയ കുട്ടിയാ. അപ്പൊ അവൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില് ഞങ്ങൾ വരുമ്പോഴേക്കും ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാല് വന്നിട്ട് ഓടുക. ഞങ്ങൾ പോയുള്ള ദേഷ്യത്തില് ആംഗ്ലക്കുട്ടീനെ ഇട്ടാ ഇവൻ എവിടെ ചെന്ന് വാല് പറഞ്ഞല്ല അവളെ ബീവിയ. അങ്ങനെ ചേച്ചി രൂപത്തിൽ തന്നെ നിൽക്കുന്ന പറഞ്ഞു, ഇതെന്ത് ചേച്ചി പോയിട്ടില്ല ഇവിടെ നിക്കണ്. അപ്പൊ ഫ്രണ്ടില് വന്നു നോക്കി, അപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ കുട്ടി അവിടെ കവിന്ന് കിടന്നു വരുന്നവരെ അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങള് എല്ലാത്തും അത്ഭുതം തന്നെ. നമുക്ക് എന്താ പറയാ, ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോ ഇങ്ങനെ കൊതി വരും നമുക്ക്. ഓരോ കാര്യങ്ങൾ ഇവര് പറയുമ്പോ കുറച്ച് സമയമുള്ളോട്ടോ, അധികം ഞാൻ മറക്കും. അത് പിന്നെ വേറെ രീതിയിലേക്ക് മാറും. ഈ വീണ്ടും കാര്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഒരുപാട് പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞു. നല്ല പൈസയൊക്കെ ആയി, സന്തോഷമായി. പിന്നെ അങ്ങോട്ട് പോവാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് മറന്നു. എപ്പോഴും ഞാൻ പോവും വീട്ടിൽ നിന്ന്, പിന്നെ അങ്ങനെ പോവില്ല, അതൊന്നുമില്ല. എന്നാലും പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാ. ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഭാവമാറ്റം. ഭഗവാനായിട്ടാണ് പിന്നെ കൂടുതല് അന്തശയനം ഭഗവാനാണ് ഉള്ളില്. ഇതിങ്ങനെ പറയാ വരിക. ഇത് മാറി ഇപ്പൊ അന്തശയനം ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ വിളിക്കണം, വിളിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പൊ എന്ത് ചെയ്യും ഭഗവാൻ, എനിക്ക് അറിയ പോലും ഇല്ല. നാഗം വരുന്ന കാര്യം പിന്നെ എങ്ങനെയാ? എപ്പോഴും അന്തശയനം ഭഗവാൻ അല്ല, അത് പിന്നെ എപ്പോഴാണ് അത് അവസാനിച്ചോ? കുറച്ചായിട്ട് പിന്നീണ്ടായി. ചെറുതില് നാഗത്തിന് ഞാൻ പിടിച്ചു. ചെറുതിൽ അത് ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല 5 അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. 7-8 വയസ്സായിണ്ടാവും. അത് വല്ലാത്തൊരു ഇതിനെ വെണ്ണൂറിനോട് പിടിച്ചു. ആ പിടിച്ചിട്ട് അല്ല, ഞാൻ ഈ വെണ്ണൂർ എങ്ങനെ കിടക്കുന്നുണ്ട്, തൂളി നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കും, ഭയങ്കര ഇഷ്ടമൊക്കെയാ. അപ്പൊ അത് വെറുതെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചതൊക്കെ വല്ലാത്തൊരു നാഗം. അപ്പൊ കണ്ടവരൊക്കെ പറഞ്ഞു വീണ്ടും വിടാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ എങ്ങനെ പിടിച്ചു നിന്നു, ഒന്നും ചെയ്തില്ല. അതങ്ങനെ ചെറുതില്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം. പക്ഷെ അറപ്പുണ്ടെന്ന് മാത്രം. അങ്ങനെ നമുക്ക് വഴുവഴുപ്പുണ്ടാവും, അങ്ങനത്തെ രീതി മാത്രം. അപ്പൊ ഈ നാഗം വന്നത് എന്താ വെച്ചാൽ, പിന്നെ ഞാൻ അന്തശയനം ഭഗവാന്റെ കാര്യം പറഞ്ഞല്ലോ. അന്തശയനം ഭഗവാന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഒരാളൊരു ഫോട്ടോ കൊണ്ടുവന്നു എനിക്ക് ഈ തിരുവനന്തപുരത്തുനിന്ന്. ആ ഫോട്ടോ ഞാൻ വെച്ചപ്പോഴാണ് എനിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. എനിക്ക് മുന്നേ അറിയില്ല. ഇതാണ് എനിക്ക് എനിക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ രൂപത്തിലാണ് പിന്നെ ദർശനം, ആരാധന. ആ രൂപം എന്ന് പറഞ്ഞ എന്റെ ഭഗവാനെ എന്നും നാഗം വീട്ടിൽ വരും. അപ്പോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് അല്ല, ആ നാഗം 4 മണിക്ക് വന്നത് പിന്നെ ഞാൻ പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തിയതല്ലേ. അവർ കൂടുതൽ പറയുമ്പോ എല്ലാം മനസ്സിലാവും, പിന്നീട് ഒരു വേദനയാവണ്ടല്ലോ, അതുകൊണ്ട് നിർത്തിയതാട്ടാ. വലിയ കഥയാണത്. അതാണ് ശരിക്കും ജനങ്ങൾ ഞെട്ടിയത്. എല്ലാവരും ഞെട്ടിയപ്പോ എല്ലാവർക്കും സങ്കടമായി. എല്ലാവരും ഇതായി. മദ്രാസിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനേ. നിന്നതല്ല, വന്നത്. മദ്രാസിൽ പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പെങ്ങളുടെ വീട്ടില്. അപ്പൊ അവിടെ പോയപ്പോ അവിടെ വന്നു. അവിടെ വന്നിട്ട് നോക്കുമ്പോ പറഞ്ഞു, വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും നാഗായി. ഞാൻ നടക്കില്ല, കട്ടിലുമാനക്ക് എടുക്കുള്ളൂ. എനിക്ക് താഴത്തേക്ക് തന്നെ ഉരുണ്ട് ഇങ്ങനെ വരിക. കുറച്ച് സമയം അതൊക്കെ ഉണ്ടായുള്ളൂ കേട്ടാ. പിന്നെ ഇങ്ങനെ അത് ഇവര് പറഞ്ഞേ, ഈ നാഗം എന്ന് പറയുന്നുണ്ട്. ഭയങ്കര വാശി പിടിപ്പിക്കില്ല. നാഗം എന്ന് വരുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇവര് എന്നിട്ട് എന്ത് ചെയ്തു, ഇവരങ്ങനെ പറഞ്ഞിട്ട് അവിടെ കിടന്നു. നേരം വെളിച്ചം പുറത്തു നോക്കിയപ്പോണ്ട് നാഗം വന്ന വടും ഒരു കോഴിമുട്ട കുടിച്ചിട്ട് ചെറിയ പൊത്തത്. അവര് പറയോ, ഞങ്ങൾക്ക് കാണാൻ വേണ്ട, ഞങ്ങൾക്ക് ഭഗവാനെ ഇനി ഇങ്ങനെയൊന്നും ഞങ്ങള് പരീക്ഷിക്കരുത്. ഭയങ്കരമായിട്ട് വിശ്വാസമായി, സ്നേഹമായി. അപ്പൊ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അതങ്ങനെ കുറെ ഉണ്ട്. അതാണ് അവസാനിപ്പിച്ചു പോകുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോ ഈ നാഗം വരും. അപ്പൊ എന്നും ഭക്ഷണം ഉണ്ടാക്കിയാലും ദോശ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടില് അപ്പോ ഉണ്ടാക്കുമ്പോ ഈ ദോശ ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ അടുപ്പിന്റെ അവിടെ വെക്കും. എന്നിട്ട് ബാക്കി എടുക്കുള്ളൂ. ആദ്യത്തെ ഞാൻ അടുപ്പിന്റെ അവിടെ വെക്കും. ആ വെച്ചിട്ട് നോക്കുമ്പോ രാവിലെ അങ്ങനെ വെക്കുമ്പോ ഈ ദോശ എന്നും പോവും. കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാവില്ല. ഞാൻ പുറത്ത് ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞു. പിന്നെ ദോശ കാണില്ലേ, ആരാണ് ഈ ദോശ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് വെച്ച് ജനല് തുറന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോ നാഗം വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ദോശയാ. അതിങ്ങനെ ചെരിച്ച് ജനാലിന്റെ ഉള്ളിൽ കൊണ്ടുപോവുക. എന്തു രസ കാണാ. അതിങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ ഒറ്റടി കിടക്കില്ലല്ലോ. അങ്ങനത്തെ പാളി, ഇങ്ങനത്തെ വല്ല മരത്തിലായിരുന്നു. അതിന്റെ അടി കൂടെ ഇങ്ങനെ വെക്കും. അപ്പൊ അങ്ങോട്ട് കിടക്കില്ല. അപ്പൊ അത് ഇങ്ങനെ പിടിക്കും, ഇത് ഇങ്ങനെ അങ്ങനെ ചെരിച്ചിട്ട് കൊണ്ടുപോവുക. അപ്പൊ അതാണ് പണിയില്ലേ എന്ന് പറഞ്ഞു. പിന്നെ വെച്ചെടുക്കും. അപ്പൊ ആള് കൊണ്ടുപോകും. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ അത് നിന്നു. പിന്നെ അങ്ങനെ ഭക്ഷണം നാഗത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ട്. എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്. എനിക്ക് എന്താ പറയാ, ഇപ്പോന്ന് പറഞ്ഞാ അത് ഭയങ്കരമായിട്ട് കൂടിപ്പോയിരിക്കുന്നു. ആ നാഗത്തിന്റെ ആ ഒരു സ്നേഹം. അത് ഒരാള് ഇതേപോലെ അവിടെ വന്നിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അയാള് ഈ സമയത്താണോ വരിക ചോദിച്ചു ഞാന്.
ഒരാള് വന്നപ്പോ അന്ന് എന്തൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി നേരത്തെ വരണ്ടേ, അപ്പൊ ഈ നേരത്താണോ വരിക എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ എപ്പോ വന്ന എന്താ എന്ന് പറഞ്ഞു. അതൊരു ഇഷ്ടായില്ല ആ സംസാരം. എനിക്കിഷ്ടായില്ല. കാരണം നമ്മള് സ്നേഹത്തോടു കൂടി പറയുന്നതിന് നേരത്തെ വരണ്ടേന്ന്. അപ്പൊ ആളെത്തിരി ഒരു സംഭവം എന്ന രീതിയിൽ ഞാൻ എപ്പോ വന്ന എന്താ, ഞാനാണൊരു സംഭവം എന്ന ആൾ പറഞ്ഞപ്പോ ആ രീതി എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ എനിക്ക് തന്നെയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അതൊരു വേദനയാവില്ലേ, അവരത്രയും സ്നേഹത്തിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോ. അപ്പൊ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ സംസാരിക്കുന്നത്, ഇത് ഇതായില്ലേ. ആ സമയത്തിന്റെ ഓടി വന്നതാകം ഓടിട്ട് വന്നിട്ട് സ്ഥലമൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാട്ടാ ഭാഗമൊക്കെ. ആ തെങ്ങിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നു. ആ നിന്നു വീട്ട് പറഞ്ഞു. അപ്പൊ എന്റെ മാമ ഉണ്ടായിരുന്നു. മാമ പറഞ്ഞു കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്, ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, ഓരോരുത്തരുടെ രീതിയാണ് അവര് കാണിക്കണത്. അതിന് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. അവരവരെ കാര്യം കാണിച്ച് അവര് പോയിക്കോട്ടെ, ഞാൻ എന്തേ കുറ്റം ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഉള്ളത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഗുരുജോട് പറഞ്ഞില്ലേ, ബസ് ഇറങ്ങി വന്ന കാര്യം, നാഗം കടിച്ച കാര്യമാണ്. അതല്ല, വേറെ കാര്യം പറഞ്ഞു. ഓടിയത് പറഞ്ഞില്ലേ, കാല് ഇത്രയും വണ്ണായിട്ട് അത് പറഞ്ഞു. അതെ, ശരി. അപ്പൊ ഈ ഒരു ഭാര്യയും ഭർത്താവും അവര് വന്നിട്ട് പറഞ്ഞു എന്റെ കാല് ഇത്ര വണ്ണ ആക്സിഡന്റ് പറ്റിയിട്ട് വന്നിട്ട്. അപ്പൊ പറഞ്ഞു ഒരിക്കലും എനിക്ക് നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോൻ നടക്കാൻ പറ്റും. അപ്പൊ കൊറേ സംസാരിച്ചതിന് ശേഷം ഇതൊക്കെ പറയുക. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോനെ ഈ കാലും വെച്ചിട്ട് ഓടാൻ പറ്റും. അപ്പൊ ആ കുട്ടി പറഞ്ഞു, കുട്ടിച്ച് വലിയ കുട്ടിയാട്ടാ. അപ്പൊ അത് പറഞ്ഞു അത് ഈ ജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ തുള്ളിയിരിക്കുന്നിടത്തും കൊടുങ്ങല്ലൂർ അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോ ഇപ്പൊ ഒത്തിരി വേദനയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാനെ, ഞാൻ ഇനി ഇവരുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പറ്റണില്ല, ഞാൻ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ അവരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു അവിടേക്ക് പോണോ ഇവിടേക്ക് പോണോ, ഇവര് മുന്നിൽ നിൽക്കണോ, എനിക്ക് ഒന്നും അറിയണില്ല, ഇതിന് മറുപടി എന്താ ഞാൻ പറയാ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് കുട്ടിയോട് ചേച്ചി എന്ന് വിളിച്ചില്ലേ. അപ്പൊ ഞാന് നോക്കിയില്ല. അപ്പൊ ഞാൻ നോക്കാതെ ആയപ്പോ ആ കുട്ടി അവരുടെ ഭർത്താവിനെ വിളിച്ചു, ചേട്ടാ വിളിച്ചു. അത് നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു. അത് നോക്കിയപ്പോ നോക്കിയോടുകൂടി ഓട്ടച്ചിട്ട് കസേരന്ന് ചാടി പോയി. ഞാൻ പറഞ്ഞുതരാം ഗുരുജി. അപ്പൊ അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിന്റെ അടുത്തേക്ക് ഓട്ടേ വേണം ചോദിച്ചു. ഞാന് ഇപ്പൊ എന്തേ ഓടിയെന്ന് ചോദിച്ചു. ഓടില്ല എന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്താ അതുവരെ അതൊക്കെ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ഭഗവാനോട് മാത്രം പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ആ പെട്ടെന്ന് ഓർമ്മ വന്നു എന്തേ ഓടി ചോദിച്ചപ്പോ അതിങ്ങനെ നോക്കി. ഞാൻ വന്ന് നോക്കുമ്പോഴേ ഈ റാക്കുണ്ട് കിടക്കുന്നിടത്ത്, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തലട്ട് ഇവരെ തന്നെ നോക്കി നിൽക്കുക. ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തൊരു ഭംഗി, നല്ല ഭംഗിയില്ലേ. എനിക്ക് കാണുന്നത് അങ്ങനെ. അവർക്ക് എങ്ങനെ കണ്ടെന്ന് നമുക്കറിയില്ല. അവര് പറഞ്ഞു ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ഞി പോലെയാണ് കണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പൂജക്ക് കടക്കുകയെന്ന് നന്നായി പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചിട്ട് സന്തോഷം കൊണ്ട്. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കടന്നാൽ മതിയിട്ടാന്ന് പറഞ്ഞു. കുട്ടിയോട് തുറന്ന് ഇങ്ങനെയൊക്കെ പറയൂട്ടാ സ്നേഹം കൊണ്ട്. അപ്പൊ അവർക്കൊന്നും അതിന് ദേഷ്യമില്ല. അങ്ങനെ പറഞ്ഞത് നല്ല ഇഷ്ടാ. അപ്പൊ അത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നേക്ക് മുന്നേ അവര് കടന്നു. അത് കടന്നപ്പോ ഉണ്ട്. അപ്പൊ നീ തലയ്ക്ക് മുട്ടും. ഞാനൊക്കെ കടക്കുമ്പോ ഇങ്ങനെ നിൽക്കണത്, അതിങ്ങനെ തലയ്ക്ക് ശരിക്കും മുട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ കടക്കുമ്പോ തല ഒന്ന് പൊക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ തല പൊക്കി. അതൊക്കെ ഭയങ്കര രസാ സമയത്ത്. തല പൊക്കോന്ന് പറഞ്ഞോണ്ട് തല എന്തിങ്ങനെ പൊക്കി നിന്നു. എന്നിട്ട് അങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോയി. അപ്പൊ ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഇവര് നോക്കി നിന്നപ്പോ കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര പേടിയാണ്, അപ്പൊ ഇത്ര നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും, വീണ്ടും പോയിക്കോളേട്ടാന്ന് അതിനതൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ അതുകൊണ്ട് വേഗം പോയിക്കോളേന്ന് പറഞ്ഞു. കുറച്ചു നേരം ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ
കാണാനില്ല. അപ്രത്യക്ഷമായി. അവരപ്പ തന്നെ എല്ലായിടത്തും പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. കാലത്തെ അസുഖം മാറി. മാറിയില്ല. കാരണം അവര് മനസ്സിൽ അങ്ങനല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ തൽക്കാലം പേടിച്ചോടി. തൽക്കാലം ഓടിപ്പിച്ചതാ. പക്ഷെ അവര് വീണ്ടും നല്ല രീതിയിൽ വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മാറിയായിരുന്നു. പക്ഷെ അവർക്ക് അതല്ലല്ലോ സംഭവിച്ചത്. അവര് ഇതൊരിക്കലും മാറില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു. അപ്പൊ ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല, ഒന്നുമില്ല എന്നുള്ളത് കാണിച്ചു കൊടുത്ത സമയത്ത് എന്നിട്ട് അവര് പിന്നെ വലിയ ഫോട്ടോ, അവരാണ് 2 ശനിമാനം വലിയ ഫോട്ടോ ചിരിട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് നല്ല വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനും പിന്നെ വലിയ ഫോട്ടോ ആക്കിയത്. പിന്നെ ആ രീതിയിൽ അങ്ങനെ നല്ല. പിന്നെ ഒരുപാട് ആൾക്കാര്, ഒരു കുട്ടി ഇതേപോലെ പഠിപ്പിന് ഭയങ്കര മോശം. നാഗങ്ങളുടെ കാര്യം ആയതുകൊണ്ട് അതൊക്കെ പറയണ്ടല്ലേ. ഞാൻ ആരുടെ കാര്യം അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളിലുള്ള ചൈതന്യം കൊണ്ട് ആളുകൾക്ക് പല ഉപകാരം നടക്കുന്നു. അതെ 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 ഒരുപാട് ആൾക്കാർ അതെ അതെ ഒരുപാട് കാര്യങ്ങള് ചെയ്യാൻ ഭഗവാന് പറ്റും. അതിന് ഗുരുജിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഗുരുജിയുടെ എന്താ പറയാ, ഈ സംസാരാണ് അല്ല ഗുരുജി നിമിത്തം മാത്രല്ല. അത് ലോകത്തെ അറിയപ്പെടുന്നതും ലോകത്തെ അറിഞ്ഞിട്ടുള്ളതും ഇപ്പൊ ഞാൻ ഈ പറയണ നാഗത്തിന്റെ സാന്നിധ്യം ഒക്കെ ഉള്ളതാണ് ഗുരുജി. അത് കൂടെ ഉണ്ട്. ഇത്രയും സന്തോഷമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാളും 100 ഇരട്ടി ശക്തി അവിടെ ഉള്ളത് കൊണ്ടാ. എന്നെക്കാളും 100 ഇരട്ടിയല്ല, എത്ര ഇരട്ടിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. എന്നെക്കാളും കൂടുതലുള്ളവരോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നെക്കാളും കുറഞ്ഞാണെങ്കിൽ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇതവിടെ ഒരുപാട് എനർജി കൂടുതലാ. ആ കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്ര സന്തോഷായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോ നമ്മളെന്താ പറഞ്ഞു, ഒരു കുട്ടിയുടെ കാര്യം. അപ്പൊ ഈ കുട്ടി പഠിക്കാൻ ഭയങ്കര മോശമായി. അതിന് ആയുർവേദ ഡോക്ടർ ആവും വേണം. അപ്പൊ ഡോക്ടർ ആവും വേണം. അങ്ങനെ എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു എനിക്ക് പഠിക്കണം. പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് വിശ്വാസമല്ലേ, നല്ല വിശ്വാസമുള്ള കുട്ടിയാ, ഭഗവാന്റെ വിശ്വാസമല്ലേ ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. ഇന്നിപ്പ അറിയാം ഇത് ഡോക്ടർ ആവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. തീരെ പഠിക്കാൻ കുട്ടി തോൽക്കുന്നുണ്ട്. അപ്പൊ തോൽക്കുമ്പോ ഒക്കെ ഓരോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ നേടി പോരുക. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. അങ്ങനെ എന്നാ ശരിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വീണ്ടും വടക്കേ വശത്തേക്ക് വരും, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞാനും കുട്ടിയും കൂടിയിട്ട് ആ തുണ്ടത്തിൽ വന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചോളായിട്ട് നല്ലോണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. മിനിറ്റ് നേരം കൊണ്ട് 2 നാഗങ്ങളാടെ മുളണ്ടായിരുന്നേ. ആ മുളനെ കത്തി കയറി പോണ ഓടി പോവുക. 2 നാഗങ്ങള്, ഒരു മുളയിലും ഒരെണ്ണം, ഒരു മുളം കൂട് പോലെ ഉണ്ടായിരുന്നു. അതിന്റെ അറ്റത്തിപ്പൊക്കെ പോയത്. അതുമ്പോ 2 മോളിക്ക്. മോളെന്നെ എന്തായാലും ഡോക്ടറാവും, ഉറപ്പിച്ചോളെ. എന്തായാലും ഉറപ്പായിട്ടും കുട്ടി ആയുർവേദ ഡോക്ടറായി. കുട്ടി ലോൺ തരണം ചെയ്ത് ഇന്ന് ഡോക്ടറായി. അതൊരു സന്തോഷം കൊണ്ടാണ് അത് പറയണത്. ഒരുപാട് വന്ന് അവിടെ പറയുക എന്താ വെച്ചിങ്ങ, ഇവിടെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കും. പിന്നെ അത് മാത്രല്ലേ, നമ്മളെ ഈ വീട്ടിലേക്ക് വരുന്ന ആൾക്കാര് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടാ വരിക. വീട്ടിലേക്കൊന്നും അത്ര പെട്ടെന്ന് ആൾക്കാർ വരില്ല. അത് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ല എന്ന് കാണുന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാ. ഒരു വീട്ടിലൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോ അവർക്ക് അഭിമാനക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ അങ്ങനെ ഉണ്ടാവുന്നില്ല. അവിടെ അങ്ങനെ വരുന്ന ആൾക്കാരായാലും പറയും ഇവിടെ കാല് വെച്ച കാര്യം ഭഗവാൻ നടത്തി കൊടുക്കും. അതുപോലെ തന്നെ നുണ പറഞ്ഞാലും പണി കിട്ടും. നുണ പറഞ്ഞ കേട്ടില്ല. നുണ വീട്ടിൽ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരൊറ്റ സംഭവം എന്താ വെച്ചിങ്ങനെ, വീട്ടിൽ നുണ കൊണ്ട് വരാൻ പാടില്ല. വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടാവണം വരല്ലേ. വരാൻ പാടില്ല. അവനവന്റെ വീട്ടിൽ ഞാൻ ഇരുമ്പട്ടിക്കാണ് പോണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ കേറാൻ പറ്റില്ല. അങ്ങനെ ഒരു ചേച്ചി ഞാൻ ഇരുമ്പട്ടിക്കാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് വന്നു.
ആ വീട്ടിൽ നിന്ന് വന്നിട്ട് പടിക്കെത്തി പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ എരുമ്പപ്പെട്ടിക്ക് വന്നതല്ലേ ചേച്ചി, ദേഷ്യം പിന്നെ വരുമോ കോളെ വരാൻ പാടില്ല എന്നാണ് കേറ്റിയില്ല. പിന്നെ വന്നപ്പോ കറക്റ്റായിട്ട് അറിയും. അവരെന്ത് ചിന്തിക്കുന്നത് പോലും അറിയും. ഞാൻ പറയാറില്ല, കാരണം അവര് ചിലപ്പോ നല്ലതൊന്നും ചിന്തിക്കില്ല. ആ ചിന്തിക്കുമ്പോ എനിക്കതങ്ങനെ മനസ്സിലാവും. ആ മനസ്സിലാവുമ്പോ എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടാവും. കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് അവരോട് പറയും അത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കിട്ടുക, നിങ്ങൾ വരലെന്തെങ്കിലും കാര്യം സാധിക്കാനല്ലേ. അപ്പൊ ആ സാധിക്കണമെങ്കിൽ ഭഗവാന് എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് പറയണം. സത്യസന്ധമായിട്ടാണ് ഭഗവാൻ നമുക്ക് ചെയ്യുന്നത്. അപ്പൊ സത്യസന്ധമായിട്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കണ്ടേ. ഭഗവാനെ സ്നേഹിക്കുമ്പോഴേ എനിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. കള്ളത്തങ്ങളൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ ഒരു ചേച്ചി വന്ന അവിടെ, ആ ചേച്ചിയുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ മോൻ 18 വയസ്സാകുമ്പോഴേക്ക് വരുമ്പോ 19 വയസ്സ് ഈ ഗുണ്ടകളുടെ കൂടെ കൂടിയിട്ടും കുട്ടി ഒരുപാട് നട്ടലിനൊക്കെ ഓരോന്ന് ഒക്കെ പറ്റിയിട്ട് കുട്ടിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അവന് മൂത്രം പോകണമെങ്കിൽ ഗുളിക കഴിക്കണം, അവന് ഓടും വേണം, അങ്ങനത്തെ ഒരു അവസ്ഥ. കുട്ടിക്കാണെങ്കിൽ ഒന്നിലും വിശ്വാസമില്ല. അങ്ങനെതായിട്ട് നോക്കുമ്പോ ഈ കുട്ടി വീട്ടിലേക്ക് അങ്ങനെ വരുന്നൊന്നുമില്ല. അപ്പൊ ചേച്ചി വന്നപ്പോ കുട്ടിയുടെ കുറെ കുറ്റങ്ങൾ പറഞ്ഞു. കുട്ടി ചേച്ചീനെ കൊണ്ട് അടിച്ചിട്ട് ഒരു കുഴി പോലെയൊക്കെ ഉണ്ട് കയ്യിലോട്ട്. ചേച്ചീനെ അടിച്ചിട്ട് കുട്ടി ഇവിടെ ഇങ്ങനെ കയ്യിലോണ്ട് അടിച്ചിട്ട് ഒരു കുഴി പോലെയൊക്കെ ഉണ്ട്. ഇതിനോട് പറഞ്ഞു, നോക്കി ചേച്ചി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് വേണ്ട, എനിക്ക് സമാധാനമില്ല, അവൻ എന്താ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞതൊന്നും ശരിയല്ല, അവൻ പാവം കുട്ടിയാണ്, കുറ്റക്കാരി ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ ചേച്ചി ഇതാണോ പറയണത്, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരണത്? എന്റെ ഒരു കാര്യം ചേച്ചി മനസ്സിലാവണില്ല, ഞാൻ പറയണത് മനസ്സിലാവണില്ല, ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് കാരണം ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം മിണ്ടാതെ ചോദിച്ചു, ആദ്യത്തെ പോലെ സമാധാനം ചേച്ചി ഇവിടേക്ക് വന്ന് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സമാധാനം കിട്ടാൻ ഞാൻ ചേച്ചിയുടെ മോനെ കുറെ ചീത്ത പറഞ്ഞു, അവൻ ഇതാണ്, അതുകൊണ്ട് കുറെ തള്ളി പറഞ്ഞു, ചേച്ചിയുടെ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. ഇതൊക്കെ ചെയ്ത ചേച്ചി സമാധാനം കിട്ടുമോ? അതിനാണോ ചേച്ചിയോട് വന്നത് ചോദിച്ചു. അപ്പൊ ചേച്ചി മിണ്ടുന്നില്ല. ചേച്ചിക്ക് അവനെ പുറത്താക്കാൻ അങ്ങനത്തെ രീതി ആണെങ്കിൽ അതിവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് സമാധാനം കിട്ടാൻ ചേച്ചിയുടെ മോൻ നന്നാവണം, ചേച്ചിയുടെ മോന് സുഖം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം ഉണ്ടായാലേ ചേച്ചിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ സമാധാനമല്ല ചേച്ചി, അവനെ കൂടെ നന്നായിട്ടുള്ള സമാധാനത്തിനാണ് ചേച്ചി ആഗ്രഹിക്കേണ്ടത്. ഇത് ചേച്ചിക്ക് വേണോ ചോദിച്ചു. വേണം, നന്നാവണം എന്ന് പറഞ്ഞു. അന്ന് ശരി പറയണ പോലെ കേൾക്കണം, ചേച്ചിയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു. അപ്പോഴും ചേച്ചി മനസ്സിലാവണില്ല. അങ്ങനെ ചേച്ചി കുറെ പ്രാവശ്യം വരേണ്ടി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് എന്റെ കുറ്റം? അന്ന് അങ്ങനെ പറയൂ, എന്താണ് എന്റെ കുറ്റം എന്നുള്ളത് കുറ്റമുണ്ട് എന്ന് ചേച്ചിക്കുള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞോളെ, ഭഗവാനോട് പറയൂ. കാരണം എന്താണ് എന്റെ കുറ്റം, എനിക്ക് തിരിച്ചറിഞ്ഞ് തരണം എന്ന് ചേച്ചി പറയൂന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്താ കുറ്റം? ഈ കുട്ടിക്ക് ജനിച്ചിട്ട് 28 ആവുമ്പോഴേക്കും ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിൽ വെച്ച് മരിച്ചു. അപ്പൊ അന്ന് തൊട്ട് തുടങ്ങിയത് ഈ കുട്ടീനെ പ്രാവലി. ഈ കുട്ടീനെ ഇങ്ങനെ പ്രാവിക്കൊണ്ടിരിക്കുക, കാലന്റെ തല കണ്ടോളൂ, അങ്ങനത്തെ രീതിയില്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ രീതിയിൽ കുട്ടി അമ്മേനെ കാണും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിച്ചു. അപ്പൊ ചോദിച്ചു, ഈ കുട്ടിക്ക് വേദനിക്കുന്ന രീതിയില് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചിയൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, നിർത്തിക്കോളെ, ഇവിടെ വെച്ചത് നിർത്തിക്കോളെ, മോനെ സ്നേഹിക്കാൻ പറഞ്ഞു. നന്നായി ശരിയായെന്ന് മാത്രല്ല, ആ കുട്ടിക്ക് കല്യാണം കഴിച്ചു, കുട്ടികളായി, സന്തോഷായി, സുഖമായിട്ട് ജീവിക്കുന്നവര്. അത് മാത്രം. ചേച്ചി ഇപ്പോ തളർന്ന് കിടക്കുക. ചേച്ചിക്ക് അപ്പൊ ആ സമയം കഴിഞ്ഞിട്ടും ചേച്ചിക്ക് പിന്നെ എന്തെങ്കിലും കാര്യങ്ങള് ദൈവത്തിൻ്റെതായ വഴിയിലേക്ക് ഇറങ്ങായിരുന്നു. ചേച്ചിക്ക് അപ്പൊ അതില് ചേച്ചി നിന്നില്ല. എനിക്ക് കുറച്ച് വിഷമങ്ങൾ വന്നപ്പോ ഞാൻ ചേച്ചിനെ വിളിച്ചു. ചേച്ചി ഒന്ന് വാ, ചേച്ചിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട്. ചേച്ചിയല്ല എല്ലാം അറിയണം. ചേച്ചി വാ ചേച്ചി, എനിക്ക് ഒരു സുഖമില്ല, ഇവിടുത്തെ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടും എന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി ഒരു നിമിഷം പോലും ചേച്ചി വന്നില്ല. ഒരു ദിവസം പോലും ചേച്ചി കരഞ്ഞു വാ ചേച്ചി, ഒന്ന് വാ ചേച്ചി. വിളിച്ചു ചേച്ചീനെ. പിന്നീടാണ് അറിയണത് ഞാന്
ആ ചേച്ചിക്ക് ഇങ്ങനെ മോൻ പറയേ അപ്പൊ എനിക്ക് സങ്കടായി. ഞാൻ പറഞ്ഞു വരാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞു. അവർക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ലല്ലോ, ഒരു ദിവസം അങ്ങോട്ട് പോകണം. നമുക്ക് അവരൊന്നും ഒരു ഇതല്ല, അതൊക്കെ അവർക്ക് തോന്നണ കാര്യങ്ങൾ അവര് ചെയ്യണു. നമ്മളാരാ? ഞാനൊക്കെ ആരാ? ദൈവം തന്നിട്ടുള്ള ആ ഒരു സ്നേഹം, അത് അത്രയുള്ളൂ. വേറെ ഒന്നും നമ്മളിലില്ല, ഒന്നുമില്ല. നമ്മളിൽ ഇത്തിരി ഉള്ളത് അസാധ്യമായിട്ട് സ്നേഹിക്കുക. ആ സ്നേഹിക്കുന്നതിൽ ഒരു കുറ്റമില്ലാണ്ട് നമ്മൾ സ്നേഹിക്കുക, അതൊക്കെ അറിയില്ലാണ്ട് സ്നേഹിച്ചിട്ട് ഞാൻ അതൊക്കെ അഭിനയിച്ചതാ എന്ന് പറയാൻ നമുക്കറിയില്ല. കാരണം സ്നേഹിക്കുമ്പോ ഭംഗിയായിട്ട് സ്നേഹിക്കും. ഈ പിന്നെ അവിടെ ഞാൻ അന്ന് പറഞ്ഞു നിർത്തിയില്ലേ മൈസൂരത്തെ കാര്യം പറഞ്ഞത്. അപ്പൊ അതിലൊരു സരസി ചേച്ചിയാണ് ഈ നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തിയത്, ധനം നഷ്ടപ്പെടുത്തിയത്. ആ ധനം നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ധനമില്ലാണ്ട് ഒരു രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല. കുട്ടികൾ ജോലിക്ക് പോയാലും കുട്ടികളെ കയ്യിൽ നിൽക്കില്ല. ധനം എന്റെ നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ ഭഗവാൻ പറഞ്ഞു ധനത്തിനെടുക്കോ അത് ഒറ്റയ്ക്കും കുട്ടികളും ഞാനും കൂടി തന്നെ എടുത്താ പറ്റില്ല. ധനം ഒരുപാട് ധനം വരും. അപ്പൊ നമുക്ക് വരും. അപ്പോ അതിന് എന്തായാലും നല്ലവരായ കുട്ടികളും കൂടെ വേണം, എന്നാലാണ് മുന്നോട്ട്. നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ലല്ലോ, നമുക്ക് പുറമേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണം, അപ്പൊ അതിന് ആൾക്കാർ വേണം. അല്ലാതെ അദൃശ്യമായിട്ടൊന്നും ചെയ്യില്ല. എന്റെ പൈസ അവിടെ പോയിട്ട് അവിടെ നടക്കട്ടെ, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഇവരൊക്കെ പറഞ്ഞത്, അത് അദൃശ്യമായിട്ട് പോകാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ കുറെ ആൾക്കാര്. ഞാൻ പറയാം ഒന്നുമില്ല, ജീവനോടെ തന്നെ നടക്കണം. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരാള് രൂപത്തിൽ വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താലേ ആ കാര്യം ഭംഗിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ചേച്ചി അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. പൈസ ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞു 9 മാസം വരെ നിങ്ങൾ ഇതിന് പൈസ എടുക്കരുത്, അത് കഴിഞ്ഞ് നിങ്ങൾ എടുത്തോളോ. 9 മാസം ഭഗവാന്റെ കണക്കാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. 9 മാസം ആകുമ്പോഴേക്കും ആ പൈസയിൽ നിന്ന് മാല എടുത്തു, അതിന് മുകളിൽ കൊണ്ടെടുത്തു. ഞാൻ അങ്ങോട്ട് പകച്ചുപോയി. അപ്പോഴേക്കപ്പം അറിയാതാ ഓക്കെ അവിടെ എന്ത് ചെയ്തു. നമ്മളെ വിശ്വസിക്കും സ്നേഹിക്കുന്നവരും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പൊ നമുക്ക് കിട്ടും. അറിഞ്ഞപ്പോ തന്നെ പ്രാർത്ഥിക്കണം. അതിനൊരു അവസരം എനിക്ക് കുറേട്ടുണ്ടായില്ലല്ലോ, അത് ഞാൻ തളർന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ആയപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. 2-3 ദിവസം ചേച്ചി വന്നപ്പം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ അത് എനിക്ക് ബാധ്യതയാക്കിയില്ലേ, അത് പിന്നെ എനിക്ക് ബാധ്യതയാവുക ആക്കിയില്ലേന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി സത്യം മാത്രം പറയൂ, വെറുതെ നുണന്നിട്ട് കാര്യമില്ല, ഞാനിത് അറിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ മാല എടുത്ത് കൊടുത്തു. അത് തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ അവരൊന്നും പറയാൻ പോയില്ല, കാരണം എന്റെ തെറ്റ് എല്ലാം എന്റെ തെറ്റാ. അതെല്ലാം തെറ്റ് ചെയ്താലല്ലേ ശരി വരുള്ളൂ. ഞാൻ എന്നിൽ വന്ന തെറ്റ് വന്നാലല്ലേ അവിടെ ശരി വരുള്ളൂ. അപ്പൊ അത് ചെയ്യിക്കുന്ന ഭഗവാൻ തന്നെയാ, തെറ്റില്ലാണ്ട് ശരി വരില്ലല്ലോ. അപ്പൊ എല്ലാം എന്റെ തെറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ തൊട്ട് 2 ചേച്ചിമാരുണ്ടായിരുന്നു. ചേച്ചിമാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് എനിക്ക് കൈ തരുമോ, എന്നാ ഇത് കടായി പോവില്ല, അതവിടെ നിൽക്കും, ഒന്ന് കൈ തരുമോ. ചവിട്ടി പേടിച്ചു പോയി. എന്റെ ആ വിഷമം കണ്ടിട്ട് അറ്റാക്ക് അങ്ങനെ വരുമോ എന്നുള്ള ഇതിലായി. കാരണം അങ്ങനെ കുഴഞ്ഞു പോയി ഞാന്. ഒന്ന് കൈ തരുമോ ഇവരാരും തന്നില്ല. അപ്പോഴും നിങ്ങളുടെ അനുഭവിക്കുക ഞാൻ. ആ പോക്ക് ധനം നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാന് ഇവിടെ വിളക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ദിവസം എനിക്ക് വിളക്ക് വെക്കാനായിട്ട് അങ്ങനെ അതിനുള്ള മാനസികാവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. മറ്റേ എണീറ്റവരെ കുളിച്ചിട്ട് വിളക്ക് വെക്കുക അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ ആ രീതിയിലേക്ക് അങ്ങോട്ട് എത്താനുള്ളൊരു ഇത് വരണ്ടേ, അതെനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം എന്തായാലും വിളക്ക് വെച്ചിട്ട് ഞാന് അത് നേടിയെടുക്കാം. അപ്പോഴേക്കും അതിനുള്ള വരും. കുട്ടനൊക്കെ വന്നത് അതാ. പഴയ ചൈതന്യം അമ്മയിലേക്ക് വരും. അത് ലോകനന്മയ്ക്ക് വേണ്ടിട്ട് അതിനൊരു കാരണമായി മാത്രമേ അല്ല കുട്ടാ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരിക്കലും ചെറുതായി ഒരിക്കലും വരരുത്. ഒരുപാട് ജനങ്ങള് അമ്മയിലേക്ക് വരാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പഴയ അമ്മയായിട്ട് ആവണം. അതിന് മക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. എനിക്ക് വേറെ ഒന്നും എനിക്കറിയില്ല. സത്യം പറയാൻ ഭഗവാന്റെ മുന്നിലും ഗുരുജിക്കുട്ടന്റെ മുന്നിലും വെച്ച് സത്യം പറയണം, ഒന്നും എനിക്കറിയണതല്ല, ഒന്നും അറിയില്ല. ഈ
വീട്ടിന്റെ ഉള്ളില് എന്ത് ഭക്ഷണം വെക്കണം എന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല കൃത്യമായിട്ട്. ഭക്ഷണമായി വെക്കും, പക്ഷെ അത് പറയണത് ഭഗവാനാ, ഇന്ന ചെയ്യുന്നുള്ളത്. ഇപ്പൊ സാധനങ്ങൾ വരെ വാങ്ങിച്ചു കൊണ്ടുവന്നേക്കാളൊക്കെ അങ്ങനത്തെ അറിവുകളില്ല. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാന് വിരിച്ചുകുട്ടിനോട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എനിക്ക്. സംഭവം അമ്മയ്ക്ക് വീണ്ടും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അതിന്റെ ഒരു കാരണമാണ് ഇപ്പൊ നമ്മളൊക്കെ വിളിക്കാൻ. ഇന്നലെ തന്നെ തന്നെ ഞാൻ ആ വീഡിയോ ഇന്നലെ ഇട്ടു പറഞ്ഞു ബീന പറഞ്ഞു. അപ്പോ അതുകൊണ്ട് ഇനിയിപ്പോ ലോകത്തിലേക്ക് നമ്മൾ തിരിച്ച് ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, അതെ, എല്ലാവരും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അതൊക്കെ നടക്കും. ഈശ്വരന്റെ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു വരും. ലോകത്തിന് നഷ്ടപ്പെട്ട ആ ഒരു നന്മയും അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. പിന്നെ അതേപോലെ പാലൊഴിച്ചാലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. എല്ലാതും ഇപ്പൊ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരിക. മറ്റെല്ലാം മറന്നുപോയി ഞാന്. എല്ലാം തിരിച്ചു വരും. അപ്പൊ ഞാന് നമ്മുടെ ഈ ഇന്റർവ്യൂല് ഈ വീഡിയോയില് നമ്മുടെ നമ്പർ ഇടും. അപ്പോ ആവശ്യമുള്ള ആളുകള്, എന്തെങ്കിലും സങ്കടങ്ങളുള്ള ആളുകള് അത് ധൈര്യമായിട്ട് അമ്മയെ വിളിക്കാം, അറിയിക്കാം. എന്താ വെച്ചാൽ പ്രതിവിധി ഭഗവാന്റെ മുഖാന്തരം തന്നെ, അമ്മ മുഖാന്തരം അത് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മയ്ക്കും ഈ ലോകത്തിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എന്റെ മോനെ ഒരു കോടി പ്രണാമം.